റെയിൽവേ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് CBT-2 ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇതുവരെയുള്ള 17 വീഡിയോസ് ഒരു പ്ലേലിസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അടുത്തത് ബേസിക് ഇലക്ട്രിസിറ്റീൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. കുറച്ച് ഇൻട്രൊഡക്ഷൻസ്, എന്തൊക്കെയാണ് ചാർജ്, ഫ്ലോ ഓഫ് ചാർജ്, കറണ്ട് എന്താണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒരു രണ്ടാം ഭാഗം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിലേക്കൂടെ ഒരു ചാർജിൻ്റെ ഫ്ലോ, ആ ചാർജിൻ്റെ ഫ്ലോവിൻ്റെ റേറ്റിന് വിളിക്കുന്ന പേരാണ് കറണ്ട്. അപ്പോൾ അടുത്ത ഒരു ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ നോക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ എന്തോ ഒരു ഡിഫറൻസ്, ഇപ്പോൾ എന്തിൻ്റെ ഡിഫറൻസ് ആണ്? ഈ പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ്, അതാണ് ഈ വാക്ക്, ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത്, ഇപ്പം ഇങ്ങനെ ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചാർജ് ഫ്ലോ ചെയ്യുന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈ ടോപ്പിക്ക്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യുന്നു, എന്തുകൊണ്ട് കറണ്ട് ഉണ്ടാവുന്നു, അതായത് ഒരു വയറിലേക്കൂടെ എന്തുകൊണ്ടാണ് കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് വേറൊരു എക്സാമ്പിളിലേക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. നമ്മളെ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് കറണ്ട് ഒരു ഭാഗത്തു നിന്ന് അപ്പുറത്തേക്ക് പോകുന്നത്. അതുപോലെയാണ് എന്തുകൊണ്ടാണ് കാറ്റ് ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ഇപ്പോൾ ഇവിടെ ഒരു ചൂടായിട്ടുള്ള എയർ, പ്രഷർ കുറവായിരിക്കും. ഇവിടെ ഒരു പ്രഷർ കൂടിയ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും? കാറ്റ് ഇങ്ങോട്ട് പോകും. അത് സിമ്പിളാണ്. നമ്മളെ കരക്കാറ്റ്, കടൽക്കാറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ പ്രഷർ ഡിഫറൻസിനനുസരിച്ചിട്ട് ടെമ്പറേച്ചറിലുണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് ഓരോ പ്രഷർ മാറുമ്പോൾ പ്രഷർ കൂടിയ ഭാഗത്തു നിന്നുള്ള കാറ്റ് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അതുപോലെ നമ്മളെ റിയൽ ലൈഫിൽ എന്തുണ്ട്, ഇപ്പോൾ ഒരു വെള്ളം, ഇങ്ങനെ ഒരു വെള്ളം ഒഴുകി വരുന്നു. അപ്പോൾ ഈ വെള്ളം ഒഴുകാനുള്ള കാരണം എന്താ? ഉയരം കൂടിയൊരു പോയിന്റിൽ നിന്ന് ഉയരം കുറഞ്ഞൊരു പോയിന്റിലേക്ക് എന്ത് ചെയ്യും? വെള്ളം ഇങ്ങനെ ഒഴുകും. നേരെ തിരിച്ചിട്ട് ഒഴുകില്ല, വെള്ളം കൂടിയ ഭാഗത്ത് നിന്ന് താഴേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഹൈറ്റ് ഡിഫറൻസ് ആണ് ഈ വെള്ളത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്കുള്ള മോഷന് ഇത് ജസ്റ്റ് ഈ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് കൺസെപ്റ്റലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇങ്ങനത്തെ എക്സാമ്പിൾസ് പറയുന്നത്. അതായത് ഒരു വെള്ളം ഒഴുകുന്നത് ഹൈറ്റ് ഡിഫറൻസ് കൊണ്ടാണ്, കാറ്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നത് അവിടുത്തെ പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ്. അതുപോലെ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അതുപോലെ ഈ കറണ്ട് ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് മാറുന്നത് അതിൻ്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ്. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് പൊട്ടൻഷ്യൽ കുറഞ്ഞൊരു ഭാഗത്തേക്ക്, അതിങ്ങനെയാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അഥവാ നമ്മൾ ഈ വോൾട്ട് എന്നൊക്കെ പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത്. ജസ്റ്റ് അതൊന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വേണ്ടിയിട്ട്, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ കറണ്ട് എന്താണ്, എയർ കറണ്ട് എന്താണ്, അതുപോലെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു. വീണ്ടും ഒരു എക്സാമ്പിൾ വെറുതെ പറയുന്നതെന്ന് ഇവിടെ പറഞ്ഞ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ചൂടുവെള്ളം ഒരു പാത്രത്തിൽ എടുക്കുന്നു, അത് കുറച്ച് കഴിയുമ്പം ആ ചൂട് തണിയും. എന്തുകൊണ്ടാണ് തണിയുന്നത്? ഈ ചൂടുവെള്ളത്തിൻ്റെ അകത്തെ ഹീറ്റ് കമ്പാരിറ്റീവ്ലി ടെമ്പറേച്ചർ കുറഞ്ഞ അറ്റ്മോസ്ഫിയറിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. ഈ ചൂടുവെള്ളത്തിൻ്റെ ഹീറ്റും ടെമ്പറേച്ചറും പുറത്തെ എയറിൻ്റെ ടെമ്പറേച്ചറും വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ഈ ഹീറ്റ് കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അടുത്ത വീണ്ടും വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ശരിക്കും ഇലക്ട്രിസിറ്റിയിലേക്ക് ഈ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ വരുന്നതാണ് ഇവിടെ. ഇതുപോലെ സിമിലർലി എ ഡിഫറൻസ് ഇൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഈസ് നീഡഡ് ഫോർ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഇൻ എ കണ്ടക്ടർ. ഇതാണ് പറഞ്ഞത്. ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് നമ്മളെ ചാർജ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകണമെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഹൈറ്റ് പോലെ, ഹീറ്റിൻ്റെ കാര്യത്തിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് പോലെ, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ ഒരു വ്യത്യാസം വേണം. ആ വ്യത്യാസത്തിനനുസരിച്ചാണ് ചാർജ് മൂവ് ചെയ്യുന്നത്. ഫ്ലോ ഓഫ് ചാർജാണ് കറണ്ട്. ഇത് ജസ്റ്റ് വേണമെങ്കിൽ ഇന്നലെ പറഞ്ഞൊരു പോയിന്റ് ഇവിടെ ഒന്ന് ഓർമ്മിക്കുക. ഇന്നലെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്, ഇത് ഇലക്ട്രോൺസ് ആണെന്ന് കൂട്ട്, ഈ നീല. ഈ ഇലക്ട്രോൺസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നു. അതാണ് ഇവിടെ കാണിച്ചത്. ഈ നീല കാണിക്കുന്ന ഇലക്ട്രോണിക്സിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. ഏറോ ചിഹ്നം ഇവിടുന്ന് എവിടത്തേക്ക്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അതെന്താ? അതാണ് കറണ്ട്, കൺവെൻഷനൽ കറണ്ട്. ഒന്ന് ജസ്റ്റ് ഓർമ്മിച്ചു ഇന്നലെ പറഞ്ഞത്. അടുത്തത്
ഇപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി. എന്താണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിലെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി. കറണ്ട് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നത് ഈ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇനി ഇതിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പോൾ എന്താണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളതിൻ്റെ ഒരു ഇക്വേഷനാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്, വർക്ക് ഡൺ ബൈ ചാർജ്. Suppose you have moved a charge Q from a point A to another B. Let W be the work done to move the charge from A to B. Then the potential difference between the points is given by the expression work by charge. അപ്പോൾ ഇതിപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, കുറച്ചൊക്കെ ഇത് എന്താ പറഞ്ഞതെന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു കറക്റ്റ് എക്സാമ്പിൾ അല്ല, അന്നേരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ചാർജ് ഉണ്ട്. ഈ ചാർജിൻ്റെ സ്വാധീനത്തിൽ എന്തുണ്ടാവും, ഇപ്പോൾ അതായത് ഇവിടെ ഒരു ഫീൽഡ് ഉണ്ടാവും, അതിൻ്റെ ഇലക്ട്രിക്കൽ ഫീൽഡ്. ഇവിടെ ഇങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് ഉണ്ടാവും, ഒരു ചാർജിന് ഇലക്ട്രിക്കൽ ഫീൽഡ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയൊരു ചാർജിനെ ഇതിൻ്റെ ഫീൽഡിൻ്റെ അകത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ചാർജ് ഇതിനെ ഒപ്പോസ് ചെയ്യും. ഇവിടെ ഒരു ചാർജിനെ ഇതിൻ്റെ ഫീൽഡിൻ്റെ അകത്തേക്ക് ഇതിങ്ങനെ കടന്നു വരികയെന്നായിരിക്കും. അപ്പോൾ ഇതിങ്ങോട്ടേക്ക് ഒരു ഒപ്പോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ ചാർജ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ എതിർത്തിട്ട് ഒപ്പോസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനെ കൊണ്ടുവരാൻ. സാധാരണ ഒരാൾ അങ്ങോട്ട് തള്ളുമ്പോൾ നമ്മൾ തിരിച്ച് അതിന് ഇങ്ങോട്ട് തള്ളണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു എഫേർട്ട് കൊടുക്കണില്ല. അപ്പോൾ അതുപോലെ ഒരു ചാർജിനെ നമ്മൾ ഈ ഫീൽഡിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ഒരു വർക്ക് ചെയ്യണമല്ലോ. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇതിനെ നമുക്ക് ഇതിൻ്റെ ഫീൽഡിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചാർജിന് പകരം കുറച്ചും കൂടെ വലിയ ചാർജാണെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ കുറച്ചും കൂടെ അധികം വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ചെയ്യേണ്ട വർക്ക് ബൈ ചാർജിൻ്റെ റേഷ്യോ ആണ് ഈ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി നമ്മളിപ്പോൾ ഒരു മാസ്, രണ്ട് മാസുകൾ, ഇത് വേറെ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, രണ്ട് മാസുകൾ തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ഒരു മാസിൻ്റെ അടുത്തേക്ക്, ഇതാണ് നമ്മൾ F=G(m1m2/r² എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. രണ്ട് മാസുകൾ തമ്മിലാകുമ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും, ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനടുത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ ഫോഴ്സിനെ കടന്നു വെക്കാൻ ഒരു വർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ ഇവിടെ രണ്ട് ചാർജുകൾ തമ്മിൽ അടുത്ത് വരുമ്പോൾ, ഒരു ചാർജിലേക്ക് ഈ ചാർജിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ, ആ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെയും കൂടെ കവർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വർക്ക് ചെയ്യേണ്ടി വരും സിമ്പിളായിട്ട്. ആ വർക്ക് ഇപ്പോൾ Q എന്ന് പറഞ്ഞ ചാർജിന് പകരം കുറച്ചും കൂടെ കൂടുതലാണെങ്കിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ബേസിക്കലി ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആ വർക്ക് ഡൺ ബൈ ചാർജാണ്. ഇത് തിയറിയിൽ ഇങ്ങനെ പറയുക, ഒരു ഇൻഫിനിറ്റിന്ന് നമ്മളെ ആ ഒരു പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിലേക്ക് ഒരു ഇൻഫിനിറ്റിന്ന് ഒരു പോയിന്റിനെ കൊണ്ടുവരാനുള്ള, ആ മാഗ്നിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക്, ആ വർക്കിന് പറയുന്നതാണ് ഒരു പോയിന്റ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സിമ്പിളായിട്ട് ജസ്റ്റ് ഇക്വേഷൻ മാത്രം എഴുതി. അതിൻ്റെ കൺസെപ്റ്റ് എന്താണ് ഇപ്പോൾ പറഞ്ഞാണ് ഏകദേശം കൺസെപ്റ്റ്. ആ വർക്ക് ഡൺ പെർ ചാർജ്, ഇത് എവിടേക്കോ നമുക്ക് ന്യൂമറിക്കലായിട്ട് അല്ലെങ്കിലും എവിടേക്കോ ഉപയോഗിക്കലുണ്ട്. ഈ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ചാർജ് ആണ്. ഇവിടെ നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞ കറണ്ട് ഉണ്ടാകുന്നത് ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ അതിനൊരു യൂണിറ്റ് ഉണ്ടാവും, ആ യൂണിറ്റാണ് വോൾട്ട് എന്ന് പറയുന്നത്. വോൾട്ട് എന്ന് പറഞ്ഞതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു, ഇവിടെ അതിൻ്റെ ഒരു റിലേഷൻ പറഞ്ഞു, വർക്ക് ഡൺ പെർ ചാർജ് എന്നുള്ളത്. ഇവിടുന്ന് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയൊക്കെ ചോദിക്കും, വർക്ക് ഈക്വൽ ടു ഇത് രണ്ടും തരും, വോൾട്ടും തരും ചാർജും തരും. ഇപ്പോൾ ഇത് വേണമെങ്കിൽ ഓർമ്മിക്കുക, വോൾട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ജൂള്, ചാർജിന് എന്താ പറയുക കൂളമ്പ്. അപ്പോൾ ഇതും ജസ്റ്റ് ഓർമ്മിച്ച് നോക്കുക, ഓരോന്നിൻ്റെ യൂണിറ്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വോൾട്ട്, വർക്ക് ഡൺ എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, അതെന്താണ് ജൂള്. അത് നമുക്കറിയാമല്ലോ. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് ജൂളിന് ഈക്വലാണ്. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ജൂള്. ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ് കൂളമ്പ്, ചാർജിൻ്റെ യൂണിറ്റാണ് കൂളമ്പ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ചാർജ്, അതിൻ്റെ റിലേഷൻ നോക്കി അതിൻ്റെ യൂണിറ്റ് വോൾട്ടാന്ന് നോക്കി. ഇപ്പോൾ നമ്മൾ ഈ ചാർജറിലെല്ലാം ഉണ്ടാവും ഇത്ര വോൾട്ട്, അതെന്താണ് ശരിക്കും ആ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഈ വോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതാ അതിൻ്റെ യൂണിറ്റ് എഴുതി. എന്താ ഇവിടെ എഴുതിയത്? റിലേഷൻ എന്തായിരുന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മറ്റേത് ഓർമ്മ വരണം. ഒരു ചാർജിനെ ഇവിടത്തേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഫോഴ്സ് അതിനെ എതിർക്കും. അതിനെ കവർ ചെയ്തിട്ട് വേണം ഒരു എക്സ്ട്രാ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന വർക്ക് ആണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ചാർജിന് കുറച്ച് വലിയ ചാർജാണ് അതിനകത്ത് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു യൂണിറ്റ് പെർ ചാർജ്, ആ റേഷ്യോ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ വർക്ക് ബൈ ചാർജ്. പിന്നെ ഓരോന്നിൻ്റെ യൂണിറ്റ് ജസ്റ്റ് എഴുതി. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് 1 വോൾട്ട്, വർക്കിൻ്റെ യൂണിറ്റ് ജൂള്, ചാർജിൻ്റെ യൂണിറ്റ് കൂളംബ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തറിയാം? അടുത്തത് ഇപ്പോൾ തന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം. ഇത് ന്യൂമറിക്കലായിട്ട് ഈ പ്രോബ്ലമായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്നോ, ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഓഫ് 10 സി എന്താണ്? കൂളംബ്. 10 കൂളം അക്രോസ് 2 പോയിൻറ്റ്സ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 പോയിൻറ്റ്സ് ഇൻ എ സർക്യൂട്ട് ഈസ് 100 ജൂൾ. അപ്പോൾ വർക്ക് നമുക്ക് തന്നു. എന്തെല്ലാം തന്നിട്ടുള്ളത് ആദ്യം എടുത്ത് എഴുതാം. ആദ്യം വർക്ക് തന്നു. വർക്ക് ഡണ്ണ് 100 ജൂൾ എന്ന് തന്നു. അപ്പോൾ ഈ യൂണിറ്റ് വരുമ്പോൾ മനസ്സിലാക്കുക, ജൂളിൽ തരുന്നതാണ് വർക്ക്, കൂളമ്പിൽ തരുന്നതാണ് ചാർജ്. അടുത്തത് കൂളമ്പിൽ തന്നിട്ടുണ്ട് ചാർജ്. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ്? നമ്മളോട് ചോദിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയുന്ന ഇക്വേഷൻ ഏതാ? നമുക്കറിയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കാണ്. ക്യൂ ചാർജുള്ള ഒന്നിനെ ചെയ്യുന്ന വർക്കാണ് ഇത്. അപ്പോൾ ഇതാണ് നമുക്കറിയുന്ന ഇക്വേഷൻ. നമുക്ക് എന്താ ചോദിച്ചത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചോദിച്ചത്. ഡബ്ല്യൂയും തന്നിട്ടുണ്ട്, ക്യൂവും തന്നിട്ടുണ്ട്. സിമ്പിൾ, രണ്ട് തമ്മിൽ റേഷ്യോ. ചാർജ് 10 കൂളമ്പ്, വർക്ക് ഡൺ 100 ജൂള്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു 100/10. ആൻസർ 10 വോൾട്ട്. അപ്പോൾ ഇപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസുമായി ബന്ധപ്പെട്ട ചെറിയ സംഭവം നോക്കി ജസ്റ്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്നതാണെങ്കിൽ എന്താണ് എങ്ങനെയാണ് 2 പോയിൻ്റ് ഒരു കണ്ടക്ടറിൻ്റെ അകത്തേക്കൂടെ എന്തുകൊണ്ടാണ് കറണ്ട് ഒരു 2 പോയിന്റിലേക്ക് പാസ് ചെയ്യുന്നത്? വെള്ളം ഒഴുകുന്നത് ഹൈറ്റ് ഡിഫറൻസ് പോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ആ ഒരു വ്യത്യാസം കാരണമാണ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചാർജ് മൂവ് ചെയ്യുന്നത്. അതാണ് കറണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ 2 പോയിന്റ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ്, അതിൻ്റെ റിലേഷൻ വർക്ക് ബൈ ചാർജ്, അതിൻ്റെ SI യൂണിറ്റ് വോൾട്ട്. ഒരു പ്രോബ്ലം ചെയ്തു. അടുത്ത ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇലക്ട്രിസിറ്റീൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഓംസ് ലോ, V = IR. ഇത് 100% ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനിൽ ഇത് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ വന്നിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഈ ഓംസ് ലോ എന്തായാലും 100% അപ്ലൈ ചെയ്യാനുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ 100% കൺഫേം ആണ്. ഈ പോയിന്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. എ ജർമ്മൻ ഫിസിസ്റ്റ് ജോർജ് സൈമൺ ഓം എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ ഇവിടെ നിന്നാണ് പേര് വന്നത്, ഈ യൂണിറ്റിന് പേര് വന്നത് സയൻറ്റിസ്റ്റിൻ്റെ നെയിമാണ്, ഓം. ജോർജ് സൈമൺ ഓം എസ്റ്റാബ്ലിഷ്ഡ് ദ റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സിംബലി V ആൻഡ് കറണ്ട് I, വിച്ച് ഈസ് നോൺ ആസ് ഓംസ് ലോ. അപ്പോൾ എന്താണെന്ന് നോക്കാം, ഓംസ് ലോ എന്താണെന്ന് നോക്കാം. ആദ്യം ഇവിടത്തേക്കൊന്നും നോക്കണ്ട, ഇവിടത്തേക്ക് നോക്കും. ഒരു കണ്ടക്ടർ, അപ്പോൾ ബേസിക്കലി ഈ കണ്ടക്ടറിലേക്ക് കൂടെ പോകുന്ന കറണ്ട് I ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് പറഞ്ഞു ഈ കണ്ടക്ടർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, ഈ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ആര്? ഈ കണ്ടക്ടർ. അതാണ് റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ഇതിനെന്തുണ്ട്? ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇവിടത്തേക്കുള്ള വോൾട്ടേജ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഈ I എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കുന്നു. അതായത് ബേസിക്കലി ഒരു കണ്ടക്ടർ എടുക്കുന്നത്, അതിൻ്റെ വോൾട്ടേജ് നമ്മൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതിന് കണക്കായിട്ട് എങ്ങനെയാണ് I ചേഞ്ച്, അത് അവിടെ വയ്ക്കും. അക്കോർഡിംഗ് ടു ഓംസ് ലോ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ഇതൊരു കണ്ടീഷനായിട്ട് എടുക്കുകയും ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല. ഇത് സ്റ്റഡി കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് 2 പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഡിഫറൻസ് കൂടുമ്പോൾ അതിലേക്കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കൂടും. എന്തുപോലെ? നമ്മളൊരു ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് അത് നല്ല തണുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീറ്റ് പുറത്തേക്ക് പോകും. അതായത് ഈ
ഇതിൻ്റെ അകത്തെ ടെമ്പറേച്ചറും പുറത്തെ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലാണെങ്കിൽ ഹീറ്റ് പെട്ടെന്ന് പുറത്തു പോകും. നേരെ മറിച്ച് ഒരു ചൂടുള്ള സ്ഥലത്താണ് ഈ ചൂടുള്ള വെള്ളം വെച്ചാൽ അത്ര പെട്ടെന്നൊന്നും പുറത്തേക്ക് പോകില്ല. കാരണം ആ ഡിഫറൻസ് ഏകദേശം ഒരുപോലെയാണ്. ആ ഡിഫറൻസ് കുറവാണെങ്കിൽ ആ ഹീറ്റ് പോകുന്നത് കുറയും. അതുപോലെ ഇവിടെ എന്ത് സംഭവിക്കും, കറൻറ്റ് വലിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് തമ്മിലുള്ള രണ്ട് പോയിന്റുകൾ തമ്മിലാണെങ്കിൽ ആ ഫ്ലോ ഓഫ് കറൻറ്റ് കൂടും. അതാണ് ഇവിടെ ശരിക്കും ബേസിക്കലി നടക്കുന്നത്. ദ സ്റ്റഡി കറൻറ്റ് ഐ ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി. ഇനി ഇവിടത്തേക്ക് നോക്കാം. ഇവിടെ പറഞ്ഞത് ഐ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി എന്ന് പറഞ്ഞു. അതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് ആർ, ഐ പ്രൊപ്പോർഷണൽ ടു വി, hence 1/v equal to constant. The value of this proportionality constant is found to be 1/r. അതായത് ഐൻ്റെയും വിൻ്റെയും പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ഐ കൂടുമ്പോൾ വി കൂടും, ഐ കുറയുമ്പോൾ വി കുറയും. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 1/r ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് കഴിഞ്ഞാൽ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിന് പകരം ഈക്വൽ ടു 1/r ഇൻറ്റു ഈ വി എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഐ ഈക്വൽ ടു 1/r ഇൻറ്റു വി അഥവാ v/r. അപ്പോൾ മൊത്തത്തിൽ ഈ ആറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടി, വി ഈക്വൽ ടു ഐ ആർ എന്ന് കിട്ടി. ഇതാണ് ഓംസ് ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിൽ സെറ്റപ്പ് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇവിടെ അമ്മീറ്റർ എന്തിനാണ്, കറണ്ട് മെഷർ ചെയ്യാൻ, ഇവിടുത്തെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വി. ഇതാണ് ഈ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ റിയോസ്റ്റാറ്റ് വെച്ചിട്ട് ആ റെസിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് നമുക്ക് ആ ഐയും വിയും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാവും. ഇവിടെ അതുപോലെ ഈ ചാർട്ട് ഒന്ന് ചെയ്തു. ഈ ഐയും ഐ കൂടുമ്പോൾ വി കൂടും, ആ റിലേഷൻ കാണിക്കുന്നത്. ഇത് ജസ്റ്റ് എങ്ങനെയാണ് ഓമിൻ്റെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്, ഈ കറൻറ്റിനെ ഇങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്, അതായത് കറൻറ്റ് ഈ വോൾട്ട് എന്ത് ചെയ്യുന്നു, കറൻറ്റിനെ അങ്ങോട്ട് തള്ളി വിടുന്നു, അതായത് ഹെൽപ്പ് ചെയ്യുന്നു. ഐ കൂടണമെങ്കിൽ വിയും കൂടണം. ഓം എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഈ ഫ്ലോ ഓഫ് കറൻറ്റിനെ റെസിസ്റ്റ് ചെയ്യും, കെട്ടിവലിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ആ റിലേഷൻ കാണിക്കുന്നതാണ്. വോൾട്ട് കൂടുമ്പോൾ കറണ്ട് കൂടും, ഓം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയും. ബേസിക്സ്. അടുത്ത ഇപ്പോൾ വോൾട്ട് എന്താണെന്ന് പറഞ്ഞു, അതിന് മുമ്പേ കറണ്ട് എന്താണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത റെസിസ്റ്റൻസ് എന്താണെന്ന്. ഇവിടെ റെസിസ്റ്റൻസിൻ്റെ കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ പറയുകയാണ്. പിന്നെ ഇഫ് യു റീപ്ലേസ് ദ നിക്രോം വയർ വിത്ത് എ കോപ്പർ വയർ ആൻഡ് കണ്ടക്ട് ദ സെയിം എക്സ്പെരിമെൻറ്റ്. ഇത് ഈ രണ്ടും എന്താ പറയുന്നത് വെച്ചാൽ, കോപ്പർ വയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മളെ സാധാരണ പിന്നെ ഇപ്പോൾ ലൈറ്റിലേക്കുള്ള വയർ അതിനൊക്കെ യൂസ് ചെയ്യുന്നത് കോപ്പർ വയറാണ്. കാരണം എന്താ, അതിന് റെസിസ്റ്റൻസ് കുറവാണ്, നല്ലൊരു കണ്ടക്ടറാണ്, അപ്പോൾ ലോസ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിലൊക്കെ വയറിങ്ങിന് കോപ്പർ വയർ യൂസ് ചെയ്യുന്നത്. അടുത്ത ഈ നിക്രോം എവിടെയാണ് യൂസ് ചെയ്യുക, നമ്മളെ ഈ ഹീറ്ററിലെല്ലാം വാട്ടർ ഹീറ്ററിലെല്ലാം യൂസ് ചെയ്യുന്നത് എന്താണ്, അതെന്തുകൊണ്ടാണ്, അവിടുത്തെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ആ ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എനർജി ആക്കിയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ റെസിസ്റ്റൻസ് അവിടെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് എക്സ്ട്രീം എക്സാമ്പിൾ ഇവിടെ യൂസ് ചെയ്ത്. ഇഫ് യു റീപ്ലേസ് നിക്രോം വിത്ത് കോപ്പർ യു വിൽ നോട്ടീസ് എ ഡിഫറെൻറ്റ് കറൻറ്റ് ഫോർ ദ സെയിം വാല്യൂ ഓഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ വയർ. അടുത്തത് ഓരോ മെറ്റീരിയലിന് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന റെസിസ്റ്റിവിറ്റീൻ്റെ അളവ്. അപ്പോൾ ഇവിടെ ഒരു ഇതുള്ളത് റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഇവിടെ ഈ റെസിസ്റ്റിവിറ്റി പറയുന്നതിന് മുമ്പ്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് റോയാണ്. നമ്മളിപ്പോൾ റെസിസ്റ്റൻസിനെ പറ്റി ചെറിയൊരു ഭാഗം കൂടെ പറയാം. ഇപ്പോൾ നമുക്ക് ഓംസ് ലോ വി ഈക്വൽ ടു ഐ ആർ. അപ്പോൾ ഇവിടുന്ന് ഒന്നും കൂടെ എന്ത് എഴുതാം, റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു v/i. ഇതും കൂടെ ഒന്ന് ഓർമ്മിച്ച് നോക്കുക. ക്വസ്റ്റ്യനിൽ ഈ റിലേഷൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ എൻഡ്സ് ഓഫ് കണ്ടക്ടർ ആൻഡ് കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. റെസിസ്റ്റൻസ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ഇറ്റ്സ് പ്രോപ്പർട്ടി ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ചാർജ്. അതാണ് നേരത്തെ എക്സാമ്പിൾ പറഞ്ഞത്. ഇവിടുന്ന് ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആളാണ് റെസിസ്റ്റൻസ്. ഫ്ലോ ഓഫ് ചാർജിനെ, കറൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് റെസിസ്റ്റൻസ്.
അത് ഓരോ മെറ്റീരിയലിനും വ്യത്യാസമായിരിക്കും. അതാണ് നേരത്തെ പറഞ്ഞത്, കോപ്പറിന് ഒരു റെസിസ്റ്റൻസ് വ്യത്യാസമായിരിക്കും, നിക്രോമിന് വ്യത്യാസമായിരിക്കും, അലുമിനിയത്തിന് വ്യത്യാസമായിരിക്കും, സിൽവറിന് വ്യത്യാസമായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ റെസിസ്റ്റിവിറ്റിയിലേക്കൂടെ കാണിച്ചത്. ഇനിയിപ്പോൾ ഈ റെസിസ്റ്റിവിറ്റി അടുത്തൊരു ടേമാണ്, അതെന്താണെന്ന് അതാ ഇവിടെ നിന്ന് റെസിസ്റ്റിവിറ്റി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടീസ് മാറുമ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെയാണ് മാറുക നോക്കാം. ഇപ്പോൾ ഒരു എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറാണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഒരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനൊരു പ്രത്യേക റെസിസ്റ്റൻസ് കാണിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വിചാരിക്കുക, ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത് ഒരുപാട് കൂടിയെന്ന് വിചാരിക്കും, ഇത്രയും വലിയ കണ്ടക്ടറാണെന്ന് വിചാരിക്കും. എന്നിട്ട് അതിനെ നേരത്തെ ചെയ്ത അതേ വോൾട്ടേജിലൊക്കെ കണക്ട് ചെയ്യുന്ന വിചാരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിൾ ലോജിക്കിൽ എന്ത് മനസ്സിലാക്കാം? ഇത്ര പോലെയുള്ള ഈ ലെങ്ത്തിൽ ഇത് കുറച്ച് കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഇത്രയും നീളം കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസും സ്വാഭാവികമായിട്ടും കൂടും. അതായത് നീളം കൂടുന്നതിന് കണക്കായിട്ട് അതിൻ്റെ റെസിസ്റ്റൻസും കൂടുന്നു മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? റെസിസ്റ്റൻസും ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറേ ആൾക്കാർ കറണ്ടിനെ തടയാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലെങ്ത്തേ ഉള്ളൂ എങ്കിൽ അത് തടയുന്ന കറണ്ട് കുറവായിരിക്കും, അതായത് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ മനസ്സിലായി, റെസിസ്റ്റൻസ് ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടും, ലെങ്ത്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ഇതെന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. ആദ്യത്തെ പോയിൻ്റായി. ലെങ്ത്ത് കൂടുമ്പോൾ ഈ രണ്ട് എക്സാമ്പിളും വെച്ചിട്ട് ലെങ്ത്ത് കൂടുമ്പോൾ അതിൻ്റെ കറണ്ടിന് ഒപ്പോസ് ചെയ്യുന്നതും കൂടും, റെസിസ്റ്റൻസ് കൂടും. ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ, ഇത് ഒരു കണ്ടക്ടർ. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യും? ഈ കണ്ടക്ടറിൻ്റെ ഏരിയ നമ്മൾ കൂട്ടി, കുറച്ച് നല്ല കട്ടിയുള്ള കണ്ടക്ടറാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇനി ഒന്നും കൂടെ നേരത്തെ ഒരു ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇതിലേക്കൂടെ കറണ്ടിനെ കടത്തി വിടുന്നത്, ഇതിലേക്കൂടെ കറണ്ടിന് കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം നേരിയതാണ്. നേരെ മറിച്ച് ഏരിയ കൂടുന്നതാണെങ്കിൽ, ഈ വയറിൻ്റെ ഏരിയ കൂടുന്നതാണെങ്കിൽ കറണ്ടിന് എളുപ്പത്തിൽ കടന്നു പോവുക. അതായത് നേരെ ഓപ്പോസിറ്റ്, ഏരിയ കൂടുന്നതിന് കണക്കായിട്ട് കറണ്ടിന് പെട്ടെന്ന് പോവാം, അതായത് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. ഒരു വലിയ തടിയില്ല വയറാണെങ്കിൽ അതിൻ്റെ അകത്തേക്കൂടെ കറണ്ടിന് പെട്ടെന്ന് പാസ് ചെയ്യാം, റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യം ഒന്ന് ഓർത്ത് വെക്കുമ്പോൾ ഇത് തമ്മിൽ നമുക്ക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് ആർ പ്രൊപ്പോർഷണൽ ടു ഇവിടെ എൽ, എ ഇൻവേഴ്സിറ്റി. അപ്പോൾ ആർ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ എന്ന് എഴുതാം. പിന്നെ ഈ ഒരു പ്രൊപ്പോർഷണലിനെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് ഇവിടെ റെസിസ്റ്റിവിറ്റി. അപ്പോൾ അതാണ് റോ അഥവാ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം. എ യൂണിഫോം സിലിണ്ടർ ഓഫ് ലെങ്ത് എൽ and cross-sectional area A. Its resistance to the flow of current is similar to the resistance posed by a pipe to fluid flow. ഓരോന്നിനും നമ്മൾ റിയൽ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഒരു നീളമുള്ളൊരു പൈപ്പിലേക്കൂടെ വെള്ളം കടന്നു പോകാൻ കുറേ കഷ്ടപ്പാടാണ്. നേരെ മറിച്ച് കുറച്ച് വായുവട്ടം കൂടിയൊരു പൈപ്പിലാണെങ്കിലോ എളുപ്പത്തിൽ പോവാം. അപ്പോൾ അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത്. ദ ലോങ്ങർ ദ സിലിണ്ടർ ദ ഗ്രേറ്റർ റെസിസ്റ്റൻസ്, ദ ലാർജർ ഇറ്റ്സ് ക്രോസ് സെക്ഷണൽ ഏരിയ സ്മോളർ ഇറ്റ്സ് റെസിസ്റ്റൻസ്. ജസ്റ്റ് ഒരു റിലേഷൻ പറയാം. ഇവിടെ ഇപ്പം ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി. ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. ഈ റോവിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ റെസിസ്റ്റിവിറ്റിൻ്റെ റിലേഷൻ എഴുതാം. റോ ഈക്വൽ ടു ഈ ഏരിയനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ആർ എ, എല്ലിനെ താഴേക്ക് കൊണ്ടുവരിക, ഈക്വലിറ്റിൻ്റെ അപ്പുറം പോകും. അപ്പോൾ ആർ റോ ഈക്വൽ ടു ആർ എ ബൈ എൽ. ഇത് ഓർമ്മിക്കണം. അപ്പോൾ ഇവിടുന്ന് എന്ത് കിട്ടും? ജസ്റ്റ് ഇതിൻ്റെ ഒരു യൂണിറ്റ് എഴുതണമെങ്കിൽ ഈ ആർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? ഓം. എ എന്ന് പറയുന്നത് എന്താ? ഒരു കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ക്രോസ് സെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്
ഒരു പല ഷേപ്പിലുള്ള ഉണ്ടാവും. ഒരു പ്ലെയിനിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ സെക്ഷൻ, അതായത് ഇപ്പോൾ ഒരു റൗണ്ട് വയറാണെങ്കിൽ ഈ സർക്കിൾ, അതാണ് ഈ ക്രോസ് സെക്ഷൻ. അതിൻ്റെ ഏരിയേൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ, L മീറ്റർ. അപ്പോൾ റോൻ്റെ യൂണിറ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാവുകയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം, ഏരിയേൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ എന്ത് കിട്ടി? മീറ്റർ സ്ക്വയറിൻ്റെ മീറ്ററും പോകുമ്പോൾ ഓം മീറ്ററാണ് റെസിസ്റ്റിവിറ്റീൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പം ഇത് പിന്നെ എക്സാമിന് ഈ റെസിസ്റ്റിവിറ്റി എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇവിടെ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ റിലേഷൻ ഏതാണെന്ന് ചോദിക്കും. എന്നിട്ട് ഓപ്ഷൻ ഇങ്ങനെ ഉണ്ടാവും: RA ഈക്വൽ ടു റോ ബൈ എൽ, RA ഈക്വൽ ടു റോ എൽ. അപ്പോൾ ശരിക്കുള്ള റിലേഷൻ എന്താ? RA ഈക്വൽ ടു റോ എൽ. അപ്പോൾ ഇങ്ങനെയല്ലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഈ 4 ഓപ്ഷൻ ഇങ്ങനെ തരും, RA ഈക്വൽ ടു റോ എൽ എന്നൊക്കെ തരും. അപ്പോൾ ഇതിൽ ടിക്ക് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ വരിക. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ട്രിക്കായിട്ട് ചോദിച്ചത്, ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് കണ്ടക്ട് ചെയ്യാനുള്ള കറണ്ട് കണ്ടക്ട് ചെയ്യാതിരിക്കാനുള്ളതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് കണ്ടക്റ്റൻസ് എന്ന് പറയും. അതായത് റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് കണ്ടക്റ്റൻസ്. അപ്പോൾ അവിടെ അതുപോലൊരു ടേം ഉണ്ട്, റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റാണ് റോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത് കൺഫ്യൂഷന് വേണ്ടി തരും. 1/, ആണ് കണ്ടക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് എടുക്കുമ്പോൾ നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഓർമ്മിക്കുക. R ഈക്വൽ ടു റോ എൽ ബൈ എ, റോ ഈക്വൽ ടു RA ബൈ എൽ. രാഹുൽ എന്ന് ഓർമ്മിച്ചാൽ മതി, RAL.